ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു വെറൈറ്റി ഒരു റൗണ്ട് അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് ആയിരിക്കും. എക്സ്പ്രഷൻ റൗണ്ടും സ്പോർട്ട് കൊറിയോ, അങ്ങനെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു സെഗ്മെന്റ് വെച്ചിരിക്കുകയാണ്. അതായത് അമ്മയും മകളിൽ ആർക്ക് വേണമെങ്കിലും എക്സ്പ്രഷൻ വേണോ അതേ സ്പോർട്ട് കൊറിയോ വേണോ എന്നുള്ളത് അവർക്ക് ചൂസ് ചെയ്യാം. ആൻഡ് നമ്മളൊരു മൂവിയിലെ ക്യാരക്ടർ, അതിലൊരു ഹീറോയിൻ ചെയ്ത ക്യാരക്ടർ ആയിരിക്കും അവരുടെ എക്സ്പ്രഷൻ റൗണ്ടിൽ കൊണ്ടുവരിക. സോ അതിന്റെ ഓപ്പോസിറ്റ് ഇപ്പം മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും പൃഥ്വിരാജ് ആരാണോ അവരുടെ സൗണ്ട് നമ്മൾ പ്ലേ ചെയ്യും. ഹീറോയിന്റെ സൗണ്ട് വരുമ്പോൾ നമ്മൾ മ്യൂട്ട് ചെയ്യും. സോ ഇവര് അത് ആ ഒരു ക്യാരക്ടറിന് എങ്ങനെ അവര് റിയാക്ട് ചെയ്യുന്നു, ഡയലോഗ്സ് അല്ല റിയാക്ഷൻസ് ആണ്, എക്സ്പ്രഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് അതേ ഡയലോഗ്സ് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്, അല്ലാതെ നമുക്ക് അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടേതായ ഒരു രീതിയിൽ അത് മാറ്റി പിടിക്കാം. പക്ഷെ എക്സ്പ്രഷൻ ആണ് എങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്യുന്നത്. ഇത് കുറച്ച് എന്താ പറയുക, നമ്മളൊരു ടീം എഫേർട്ട് തന്നെയാണ്. അപ്പോൾ കുറച്ച് പ്രസൻസ് ഓഫ് മൈൻഡും വേണം, അലേർട്ട്നെസ് വേണം. അപ്പോൾ ഇത് തരുമ്പോൾ വേഗം ഭയങ്കര ഒരു നമ്മളൊരു പാർട്ട്ണറിന്റെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്ന് പ്രസൻസ് ഓഫ് മൈൻഡ്, സ്ട്രെസ് ആരും എടുക്കരുത്, കോമ്പറ്റീഷൻ ആയിട്ട് മാത്രം എടുക്കുക. അപ്പൊ എന്തായാലും ഇന്ന് ഈ റൗണ്ടിൽ നമുക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്യാൻ എത്തുന്നു ദിവ്യശ്രീ ആൻഡ് രുദ്രലക്ഷ്മി. ഓഹോ, യെസ്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ എക്സ്പ്രഷൻ റൗണ്ടിനും ഡാൻസ് ചെയ്യാനൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. ഏത് ക്യാരക്ടർ ചെയ്യുന്നത്? ഞാൻ മിഥുനത്തിലെ ഉർവശി. മിഥുനത്തിലെ ഉർവശി ചേച്ചിയുടെ ഏതാണ്? നമുക്ക് നോക്കാം ഏതാ ചെയ്യണേന്ന്. എന്തായാലും ഒരു നല്ല സംഭവമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി രുദ്രലക്ഷ്മിയുടെ കാര്യം പറയൂ. സ്പോർട്ട് കൊറിയാണ്. സ്പോർട്ട് കൊറിയാണ്. ടെൻഷൻ ഉണ്ടോ? വലുതായിട്ടൊന്നുമില്ല. എന്തായാലും ഇവരുടെ പെർഫോമൻസ് നമുക്ക് കാണാം. അപ്പം ശ്വേതാജിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞില്ലേ, ഡയലോഗ്സ് ഒന്നല്ല ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടാവുക, എക്സ്പ്രഷൻസ് മാത്രം. അപ്പോൾ ആ സീന്, ആ ക്യാരക്ടർ പിടിക്കാൻ നോക്കുക. പിന്നെ മീറ്റർ പിടിക്കുക. നമ്മൾ പറയാ, നമ്മൾ ആക്ടിങ്ങിൽ നമ്മൾ പറയും മീറ്റർ പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ എക്സ്പ്രഷൻസ്, ആ പറഞ്ഞ ഇപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എക്സ്പ്രഷൻ ഇവിടുന്ന് തന്നെ വരണം, അല്ലാതെ പ്രശ്നമാവും. അപ്പോൾ എന്തായാലും ദിവ്യ നന്നായി ചെയ്യുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. താങ്ക് യു മാം. അപ്പം ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ അമ്മയും മകളും. കഴിഞ്ഞ അതോ ഇനി വല്ല ആഗ്രഹം ബാക്കിയുണ്ടോ? ചേച്ചിയും കുടുംബവും പോയി, ഇനി ഇവിടെ പലരും. എല്ലാരും തമ്മിലടിപ്പിച്ച് ഈ കുടുംബത്തിന്റെ സ്വസ്ഥത പൂർണ്ണമായി നശിപ്പിച്ച നിനക്ക് സമാനാവോ? നിന്നെ പറ്റി എല്ലാം അറിയാമെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. കോമൺ സെൻസ് ഇല്ലാത്ത ചന്ത പെണ്ണുങ്ങളെ പോലെ നീ ഇത്രമാത്രം അതപ്പതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാനിങ്ങനെ അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അത് സീതോട്ടിന്റെ കൂടെ വന്നതിന് ശേഷം. ഇപ്പൊ പറഞ്ഞല്ലോ, ഞാനാണ് അവരെ തമ്മിലടിപ്പിച്ചതെന്ന്. മുഖത്തോട് മുഖം നോക്കി തമ്മിലടിച്ച് കടിച്ചു കീറാൻ നിൽക്കുന്ന അവരെ ഞാൻ തമ്മിലടിപ്പിച്ചത്രേ. അതൊക്കെ കുടുംബക്കാരുടെ രക്തത്തിൽ നേരത്തെ ഉള്ളതാ. അതിനകത്ത് നിങ്ങൾക്കെങ്കിലും കുറച്ചെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. ഇവിടെ ആർക്കും അറിയില്ല സ്നേഹം എന്ന ഒരു വാക്കിന്റെ അർത്ഥം പോലും. കൂടോത്രം ചെയ്താലും നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടാവാൻ പോകുന്നില്ല. സ്നേഹം തോന്നുന്ന രീതിയിൽ ഇങ്ങോട്ട് പെരുമാറാൻ പഠിക്കണം. എല്ലാരും അത് പഠിക്കണം. നീ ഉദ്ദേശിക്കുന്ന സ്നേഹം എന്താ? നേരം വെളുക്കുമ്പോ തൊട്ട് രാത്രി വരെ നിന്നെ കെട്ടിപ്പിടിച്ചോണ്ട് ആ കട്ടിൽ കിടക്കുന്നോ? അതോ നീ പറയുന്ന പമ്പര വിട്ടിത്തരങ്ങളൊക്കെ കേട്ട് ആസ്വദിച്ച് ഒരു മണ്ടനെ പോലെ പൊട്ടിച്ചിരിക്കുന്നോ? കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം സ്നേഹം ഉണ്ടാവില്ല. നീ പറയുന്നത് എനിക്കും ഞാൻ പറയുന്നത് നിനക്കും മനസ്സിലാവണം. സ്നേഹിക്കാൻ ഇങ്ങനെ കുറെ നിബന്ധനകൾ ഉണ്ടെന്ന് പണ്ടൊരിക്കൽ എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. പറഞ്ഞാലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടോ നിനക്ക്? ബുദ്ധിയില്ലാത്ത എന്നെ നീ എന്റെ പാലാണ്, തേനാണ്, ചക്കരക്കുടാണെന്നൊക്കെ പറഞ്ഞു പുകഴ്ത്തിയിരുന്ന നിങ്ങൾക്കിപ്പോ ഞാനിപ്പോ ഒന്നിനും കൊള്ളാത്തവളായി. നിങ്ങൾക്കിപ്പോ എന്നോട് വെറുപ്പാണ്. എന്നോ ഒരിക്കൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നു. അതിനുള്ള തെളിവായിരുന്നു ഈ കത്തുകൾ. അത് നിങ്ങൾ നശിപ്പിച്ചു. ഇനി എനിക്കൊന്നുമില്ല. ജീവിതം എന്നറിയാത്ത കുട്ടിക്കാലത്ത് ഞാൻ എഴുതി കൂട്ടിയ ചവറുകളെല്ലാം ഇത്രയും കാലം സൂക്ഷിച്ചതിന് നീ ഒരു മനോരോഗി ആയതുകൊണ്ടാണ്. റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ റെഫറൻസ് ബുക്ക് നോക്കുന്ന പോലെ ബാലിശമായി ഞാൻ എഴുതിയ കത്തുകളിലെ വരികളെ കടിച്ചുപോയി കിടക്കാണ് നീ. ഒരിക്കലും അങ്ങനെ എന്തൊക്കെ പറഞ്ഞു എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ അതിനെ ഒരു കുരിശാക്കി എന്റെ തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് നീ. ഇനി എന്നെ കിട്ടില്ല, മനസ്സിലായോ? എല്ലാം എന്റെ തെറ്റാ. നിങ്ങളോടൊപ്പമുള്ള ജീവിതം സ്വർഗ്ഗമായിരിക്കുന്നു വെറുതെ ഞാൻ മോഹിച്ചു. ദുഷ്ടനാ നിങ്ങൾ, സ്നേഹമില്ലാത്തവനാ. ചിലപ്പോ നിങ്ങൾക്ക് സ്നേഹിക്കാൻ ഞാനല്ലാതെ വേറെ പെണ്ണുങ്ങൾ കാണും. ഇത്ര ചീപ്പാണോ നീ? ഇത്ര
ഇത്ര വൃത്തിയായിട്ട് മനസ്സാണ് നിനക്ക്? നിങ്ങൾ എന്നെ തല്ലി, ഇപ്പൊ എല്ലാം പൂർത്തിയായി. മതി, ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. നോക്കിക്കോ. നീ എവിടെയെങ്കിലും ജീവിക്കും, മരിക്കും, എന്തെങ്കിലും ചെയ്യും. എവിടെയായിരുന്നു? ചോദിച്ച കേട്ടില്ലേ? ഇപ്പോൾ രാത്രി ഒരുപാട് വൈകിപ്പോയി. നാളെ നേരം വെളുക്കുമ്പോ ഇവിടുന്ന് യാത്ര പുറപ്പെടാൻ ഒരുങ്ങിക്കൊള്ളൂ. നിന്റെ വീട്ടിലേക്ക്. പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് പൂർണ്ണമായി ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ വേഗം അകലുന്നതല്ലേ നല്ലത്. വേണ്ട, ആ വിളി കേട്ട് സന്തോഷിച്ചിരുന്ന സേതു ഇപ്പോഴില്ല. അധികം സംസാരിച്ച് കൂടുതൽ വഷളാക്കണ്ട. വെറുതെ പോലും ഇങ്ങനൊന്നും പറയരുത്. ഞാൻ തകർന്നു പോവും, എനിക്ക് വേദനിക്കും. എന്നെ ഓർത്തില്ല, എന്നെ കണ്ടില്ല എന്നല്ലാതെ നീ എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? നിന്നെ കാണാനില്ല എന്നറിഞ്ഞത് മുതൽ ഞാൻ അനുഭവിച്ച വേദന, ഞാൻ തിന്ന തീ, നിന്നെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന നിനക്കത് മനസ്സിലാവില്ല. എന്തായിരുന്നു ഉദ്ദേശം? എന്നെ ഭയപ്പെടുത്തി സ്നേഹം സമ്പാദിക്കാനോ, അതോ എന്റെ ഒരു നല്ല ദിവസം നശിപ്പിച്ച് സന്തോഷിക്കാനോ? ഒരു സമാധാനത്തിന് വേണ്ടി ശ്യാമയുടെ വീട് വരെ. അവിടെ നിന്റെ അമ്മയുടെ നായുണ്ടായിരുന്നു സമാധാനിപ്പിക്കാൻ. സേതുട്ട, ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും എന്നോട് ഒരിക്കലും. കുറെ അധികം ചക്കര വാക്കുകൾ ഊട്ടി വളർത്തി നിന്നെ ഞാൻ വഷളാക്കി. ആ സേതു ചത്തു. പുതിയ സേതുവിന് എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ് നീ ഇപ്പോ. എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ എന്നെ സ്നേഹിച്ച് കൊല്ലുന്നൊരു ഭാര്യയെ സഹിക്കാൻ ഇനി എനിക്ക് വയ്യ. സേതുട്ട, ഇത്ര ക്രൂരമായി. ക്ഷമിക്കണം, ക്രൂരമാണ്, അറിയാം. ഇതിലും ക്രൂരമായിട്ട് എന്തെങ്കിലും നാളെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാനെടുത്ത ഉറച്ച തീരുമാനമാണ്. നമുക്ക് പിരിയാം. യെസ്. അപ്പൊ ശ്വേതാജി, ഈ ഒരു പെർഫോമൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ദിവ്യ കുട്ടി, സോ പ്രൗഡ് ഓഫ് യു. താങ്ക് യു മാം. എന്താ അറിയോ, ഒബ്വിയസ്ലി 1-2 പ്രാവശ്യം ഞാൻ ഉർവശി ചേച്ചീനെ പറ്റി ആലോചിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ ദിവ്യ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഇത് ദിവ്യേൻ്റെ സ്വന്തമായ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അതാണ് ഞാൻ ഇവിടെ നോക്കുന്നുണ്ടായിരുന്നത്. ബിക്കോസ് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഡയലോഗ്സ് അല്ല, നന്നായി ചെയ്തു. ആൻഡ് നമ്മൾ പറയേ മുമ്പിൽ നിൽക്കണ ലാലേട്ടനാണ്. അപ്പം അതൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല. ബിക്കോസ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വേറെ ലെവലിലാണ് ഇതുണ്ടാവേണ്ടത്. പക്ഷേ ദിവ്യ, യു ഡിഡ് എ വെരി ഗുഡ്. താങ്ക് യു, വെരി ഗുഡ്. എന്തായാലും അസലായിരുന്നു. ആ ഒരു ക്യാരക്ടറിനെ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. ആ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്തു. എനിക്ക് ചില മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പേപ്പർ കീറിയിട്ട് ഇങ്ങനെ, അപ്പൊ കണ്ണിങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്തുവിട്ടാ അത് ഭയങ്കര രസമായിരുന്നു. അത് പലപ്പോഴും പാളിപ്പോവാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും നമുക്ക് മാർക്സ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം. ഈ ഒരു സെഗ്മെന്റിന് ഒരു പെർഫോമൻസും കൂടി നമുക്ക് കാണാനുണ്ട്, അതായത് സ്പോട്ട് കൊറിയോ. അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ സ്പോട്ട് കൊറിയോയ്ക്ക് വേണ്ടി ഞാൻ രുദ്രലക്ഷ്മി വിളിക്കുന്നു. വരൂ. ഓക്കെ, അപ്പം രുദ്രക്കുട്ടി റെഡി അല്ലേ? സോ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു മ്യൂസിക് ഇവിടെ പ്ലേ ചെയ്യാം. അപ്പം ഓൺ ക്യാമറ തന്നെ അത് റിഹേഴ്സ് ചെയ്യാൻ ഒരു ചെറിയൊരു സമയവും നമ്മൾ തരും. അതിനുശേഷം ടേക്ക്. ഓക്കെ, അപ്പം മ്യൂസിക് ഒന്ന് കേൾപ്പിക്കാം. ഇളമൈ ഇതോ ഇതോ, ഇനിമൈ ഇതോ ഇതോ, காலேஜ் டீனேஜ் பெண்கள் எல்லோருக்கும் என் மீது கண்கள். இளமை இதோ இதோ, இனிமை இதோ இதோ. ക്ലാസിക് സോങ് ആണ്, അറിയാലോ. സോ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. இளமை இதோ இதோ, இனிமை இதோ இதோ, காலேஜ் டீனேஜ் பெண்கள் எல்லோருக்கும் என் மீது கண்கள். இளமை
இளமை இதோ இதோ இனிமை இதோ இதோ வாலிபத்தில் மன்மதன் லீலைகளில் மன்னவன் ராத்திரியில் சந்திரன் ரசிகைகளின் இந்திரன் நானாடும் ஆட்டம் பாருங்கள் நிகரேது கூறுங்கள் நான் பாடும் பாட்டை கேளுங்கள் கைத்தாளம் போடுங்கள் ஊர் போற்றவே பேர் வாங்குவேன் நான் தான் சகல கலா வல்லவன். ഓക്കേ. അപ്പൊ പറയൂ രുദ്ര, എങ്ങനെ ഉണ്ടായിരുന്നു സ്പോർട്ട് കൊറി? ഇതിനു മുമ്പ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും? എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ ഡ്രസ്സിന്റെ ഒക്കെ കുറച്ച് പ്രോബ്ലം. ഡ്രസ്സിന്റെ കാരണം ഇവര് സേഫ് സൈഡ് ഒരു ചുരിദാർ ഇട്ടതാണ്. അതാണ് ബിക്കോസ് ഇവർക്ക് അറിയില്ലല്ലോ ഏത് ടൈപ്പ് എങ്ങനത്തെ എരാന്റെ ഇതാണ് അത് മനസ്സിലാവുണ്ടായിരുന്നു. പക്ഷെ നന്നായി ചെയ്തു രുദ്ര. യു ആർ എ ഗുഡ് ഡാൻസർ. എന്തായാലും അതൊന്നും എവിടെയും പോയിട്ടില്ല. നല്ല ബീറ്റ് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഡ്രസ്സിന്റെ ഇത് നമുക്കത് മാറ്റി വെച്ചാൽ നന്നായി ചെയ്തിട്ടുണ്ട്. യെസ്, ബട്ട് നമ്മൾ കൊടുത്ത ആ ഒരു സോങ് ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നന്നായിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. ഓക്കെ.